ഏറ്റവും വില കൂടിയ മരുന്ന് സോൾജൻസ്മയാണ്. ഒരു ഡോസിന് 18 കോടി രൂപയാണ് വില. പക്ഷെ അതിനേക്കാളും എത്രയോ വിലപ്പെട്ടതാണ് വിശ്വാസം. എൻ്റെ നാട്ടിൽ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിക്ക് SMA എന്ന് പേരുള്ള ഒരു അപൂർവ രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ കുട്ടിയെ ചികിത്സിക്കാൻ ഈ പറയുന്ന 18 കോടി രൂപ വില വരുന്ന മരുന്നിൻ്റെ ആവശ്യമുണ്ട്. ആ തുക സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കളടക്കം ചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയാണ് എന്നോട് ആവശ്യപ്പെടുന്നത് ആളുകളോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം മറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലാത്ത, എനിക്ക് അത്രയും നന്നായിട്ട് അറിയാവുന്ന എൻ്റെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ഇതൊരു കർത്തവ്യമായിട്ട് എന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ കത്തിക്കയറി അങ്ങ് വൈറലായി. തൊട്ടു പിന്നാലെ തന്നെ വിവാദങ്ങൾ വന്നു. ഈ കമ്മിറ്റി രക്ഷാധികാരിയായിട്ടും മുഖ്യ രക്ഷാധികാരിയായിട്ടും പറഞ്ഞിരുന്ന ആളുകൾക്ക് പിന്നെ ഇതിനെക്കുറിച്ച് തന്നെ ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. നാഴികയ്ക്ക് 40 വട്ടം വാക്ക് മാറുന്ന, മുഖം മാറുന്ന രാഷ്ട്രീയക്കാരുള്ള, രാഷ്ട്രീയ നേതാക്കളുള്ള നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല പറയാൻ പോകുന്നത്. ഈ നാടകങ്ങൾക്കൊന്നും തന്നെ ഞാൻ ആളല്ല. എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ബോധിപ്പിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. അത് ഈ കേസ് ജെന്വിൻ ആണെന്നുള്ളതാണ്. ഇതാണ് മുഹമ്മദിൻ്റെ വീട്. ഞാനിപ്പോൾ മുഹമ്മദിൻ്റെ കൂടെയുള്ളത്. ഇതാണ് നമ്മുടെ മുഹമ്മദ് മോന്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള മോന് അല്ലേ? മുഹമ്മദ് നടക്കില്ലേ? ഇതാണ് മുഹമ്മദിൻ്റെ ഇത്താത്ത അഫ്രയ്ക്ക് ഇപ്പോൾ 15 വയസ്സായി അല്ലേ? മോള് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണോ? മോൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത് വരുന്നൊക്കെ? സ്കൂളിലേക്ക് പോയില്ലേ ഓൺലൈൻ അല്ലാത്തപ്പോൾ? ബസ്സിൽ കയറ്റും, സ്കൂൾ ബസ്സിൽ. അവിടെ എത്തിയാലോ നോക്കാൻ ആൻറ്റി ഉണ്ടാവും അല്ലേ? മുഹമ്മദിന്റെ കാല് കണ്ടു. മുഹമ്മദിന്റെ കാലിൽ ഇതുപോലെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ടിലാണ് മുഹമ്മദ് നടക്കുന്നത്. പിടിച്ച് ഇപ്പൊ നടക്കുന്നുണ്ട്. പിടിച്ചല്ലേ നടക്കുള്ളൂ? ഓക്കെ. മുഹമ്മദിന് 2 വയസ്സ് തികയുന്നതിന് മുമ്പാണ് നമുക്ക് ഈ പറഞ്ഞ മെഡിസിൻ്റെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില ആൾക്കാരൊക്കെ എന്നോട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചു, ഇത് ഓൾറെഡി ക്ലോസ് ചെയ്ത കേസല്ലേ, ഡേറ്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന്. ശരിയാണ്. ആക്ച്വലി വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ നമ്മൾ ഡേറ്റ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിരുന്നു. അത് മാത്രമല്ല, പിന്നെ ഇത് ഒരു ലോട്ടറിയിലൂടെ മരുന്ന് കിട്ടി, ആ കുട്ടിക്ക് പിന്നെ അസുഖം മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളും കൺഫ്യൂസിങ് ആയിട്ട് വരുന്നുണ്ട്. അത് ആക്ച്വലി ഒരു ലോട്ടറിയുടെ സെറ്റപ്പ് ഉണ്ട്. അത് ആക്ച്വലി നമ്മുടെ മുഹമ്മദ് മോനല്ല കിട്ടിയത്. വേറൊരു കണ്ണൂർ ജില്ലയിൽ തന്നെ തളിപ്പറമ്പിലുള്ള കുട്ടിക്ക്, ഇതേ അസുഖം ബാധിച്ച കുട്ടിക്ക് അങ്ങനെ ഒരു ലോട്ടറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേ ലോട്ടറിയിൽ മുഹമ്മദിന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഈ അവസാനത്തെ ലോട്ടറിയിൽ ആ നെറുക്ക് മുഹമ്മദിന് വീണിട്ടില്ലാത്തതുകൊണ്ട് മുഹമ്മദിന് അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. മുഹമ്മദ് ഒന്ന് നിന്ന് നോക്കിയതാ കേട്ടോ. പക്ഷെ മുഹമ്മദിന് ഭയങ്കര സങ്കടം വന്ന് കരച്ചിലാണ്. സാരമില്ല. കൈ പിടിച്ചോ, താഴെ പിടിച്ചോ. സാരമില്ല. അപ്പോൾ എന്തായാലും മുഹമ്മദിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പിന്നെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ ചെയ്യുന്ന വേറെ 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ GST വരില്ല ഈ എമൗണ്ടിൽ, അത് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടില്ല, അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ കമ്മിറ്റി ശ്രമിക്കുന്നുണ്ട്. പിന്നെ സെലിബ്രിറ്റീസിനെ അപ്രോച്ച് ചെയ്തൂടെ? പല ക്രിക്കറ്റേഴ്സും സ്പോർട്സ് താരങ്ങളും ഒക്കെ ഇതുപോലെ സെയിം അസുഖം ബാധിച്ച കുട്ടികളെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് കോടികൾ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത വാർത്തകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിങ്കും വാർത്തകളുടെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചിരുന്നു. അത്തരത്തിൽ ഓരോ സെലിബ്രിറ്റീസിനെ അപ്രോച്ച് ചെയ്യാനും നമ്മുടെ ഈ കമ്മിറ്റി ശ്രമിക്കുന്നുണ്ട്. ഒരു വശത്ത് കുറേ മെസ്സേജുകൾ കാണുന്നു, ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട്. ഒരു തരത്തിൽ പിന്നെ ഫേക്ക് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഒരു ജെന്യൂനിറ്റി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മുഹമ്മദിൻ്റെ വീട്ടിൽ തന്നെ വന്നിട്ടൊരു വീഡിയോ ചെയ്തത്. പിന്നെ 18 കോടി എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. എന്നാൽ പോലും ആ ഒരു തുക മുഴുവനായിട്ടും കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് അന്നും ഇന്നും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഈ സഹായം അഭ്യർത്ഥിക്കുന്നത് 7.6 ബില്യൺ മനുഷ്യരോടാണ്. ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരി ആരാണെന്നുള്ളത് മാറ്റി നിർത്താം. നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചെറിയൊരു തുകയിലൂടെ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ച രക്ഷാധികാരി എന്ന് ഞാൻ പറയും. നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ സഹായിക്കണം. അതിന് വേണ്ടുന്ന ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് മെസ്സേജുകൾ വാട്സാപ്പിലൊക്കെ കണ്ടിട്ട് ആളുകൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ഇതുള്ളതാണോ, ഫേക്ക് ആണോ, തട്ടിപ്പാണോ എന്നൊക്കെ കരുതിയിട്ട്. അവർക്കൊരു ക്ലാരിറ്റി നൽകുമെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണം.